welcome back to the channel Abam Vlogs. നമ്മൾ സോയാബീൻ ഫ്രൈ ആണ് നമുക്ക് നേരെ വീഡിയോ കേട്ടോ. നമുക്ക് സോയാബീൻ പുഴുങ്ങാൻ അപ്പോൾ ഒരു പാൻ അടപ്പേ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 1/4 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. സോയാബീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അരിക്കാം. നമുക്ക് ചൂടാറാൻ വെക്കാം. ഇനി ഒന്ന് വെള്ളം പിഴിഞ്ഞ് കളയണം. നല്ലോണം ചൂടാറായിട്ടുണ്ട്. നമുക്കിനി ഒന്ന് പിഴിഞ്ഞെടുക്കാം. നല്ലോണം വെള്ളം മാറിയിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ്: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. ആദ്യം ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ സോയാബീൻസ് ഇടാം. അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് 2 സ്പൂൺ എണ്ണയും കൂടി ഒന്ന് ഒഴിക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ പുഴുങ്ങാനാണ് ഉപ്പിട്ടത്. അത് കാരണം 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇടുന്നുണ്ട്. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ചീനച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. നമുക്കത് കഴിഞ്ഞിട്ട് ചട്ടി ഒന്ന് ചൂടായിട്ട് വരട്ടെ ഗൈസ്. നമുക്ക് ചൂടായിട്ടുണ്ട് നല്ലോണം ചട്ടി. അത് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓയിലാണ് കേട്ടോ. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് സോയാബീൻസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. 10 രൂപ ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ബൈ ബൈ. സീ യു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.